ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണത്? ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് ടൈം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണ് ഗൈസ്. ആദ്യം തന്നെ കിഴങ്ങ് കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ടിംഗ് പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ സംഭവത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തു ഗൈസ്. വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് പിസയാ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരാം, അവിടെ അടങ്ങിയില്ല. അതിനുശേഷം ഞാനവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം ലവനും കൂടെ അവിടെ നിന്ന് എന്നെക്കുറിച്ച് എന്തൊക്കെയോ പോസ്റ്റുകൾ പറയുകയാണ്. ഞാൻ കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് കിഴങ്ങ് ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കിഴങ്ങ് വെന്ത് വരാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തി അവിടെ ചില്ലി ഫ്ലെക്സ് ഉണ്ടാക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ ചെയ്യാനാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അവളത് മിക്സിയിൽ കൊണ്ടിട്ട് അടിച്ച് അത് മൊത്തവും പറന്ന് അവിടെ എല്ലാം വീണ് ഗൈസ്. എന്തോ ചെയ്യാനാണ്. മന്ദോത്തരത്തിന് കൈയും കാലും വെച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ നോക്കിയപ്പോൾ ഒരുത്തിയത് വാഷറില്ലാതിട്ട് അടിക്കുന്നു. എന്തോ ചെയ്യാൻ അവിടെ എല്ലാം വീണു. അതിനുശേഷം ഞാൻ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന ആ കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഒരുവിധം തിളച്ച് വെന്ത് വന്നപ്പോഴത്തേനും അതിന് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് പിന്നെ ആ പാത്രം തന്നെ നമ്മൾ കഴുകി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചൂടായി വന്നപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ തട്ടിയിട്ട് നല്ല രീതി മൂപ്പിച്ച് അതിനുശേഷം അവളുടെ ചില്ലി ഫ്ലെക്സ് മിക്സ് ചെയ്ത സാധനം ഞങ്ങൾ വേറെ വറുത്ത് അതിലും വലിയ കോമഡി ആയിരുന്നു ഗൈസ്. എന്തോ ചെയ്യാനാണ്. ഇവിടെ ഓരോ പൊട്ടത്തരത്തിന് എന്നെയും കൂട്ടി പിടിച്ചോളൂട്ട് വന്നു. ആ ചില്ലി ഫ്ലെക്സ് എല്ലാം അതിനകത്ത് മാറി അവസാനം സാധാ പൊട്ടാറ്റോ ഫ്രൈഡ് ആണൊക്കെ എന്നെ വന്നു. പിന്നെ അത് 2 പ്ലേറ്റിലാക്കി ഷോയൊക്കെ കാണിച്ച് അതിനുശേഷം അവളെ കൊണ്ട് എന്നെ പാത്രമെല്ലാം കഴിപ്പിച്ച് ഗൈസ്. കാരണം എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു അതും കൂടെ കഴിയുമെന്നും പറഞ്ഞു. അപ്പോൾ അവൾ എന്തൊക്കെയോ കോപ്രായങ്ങൾ എന്നെയും പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് മാങ്ങയും കട്ട് ചെയ്ത് ഉപ്പുമുളകിട്ട് തിന്നതിന് ശേഷം ഈ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു.